അതെ, സിദ്ദിപ്പേട്ട എന്ന് പറയുന്ന അതിമനോഹരമായ ആർട്ടിഫിഷ്യൽ ലേക്ക്. ഇവിടുന്ന് നമ്മുടെ സ്ഥലത്തുനിന്ന് ഏകദേശം 90 കിലോമീറ്റർ മാത്രമുള്ള സിദ്ദിപ്പേട്ട ലേക്ക് ആർട്ടിഫിഷ്യൽ ലേക്കാണ്. അവിടെ ആദ്യം തന്നെ അഡ്വഞ്ചർ പാർക്കാണ് അവിടെ ഉള്ളത്. അവിടെ ആദ്യം തന്നെ കയറുമ്പോൾ കാണുന്നത് ഡൈനോയുടെ വലിയൊരു സ്റ്റാച്ചു. അതിൻ്റെ ഉള്ളിലോട്ട് എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഷോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഡ് ഡൈനോ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്, ഇംഗ്ലീഷ് മൂവിയാണ്. കുട്ടികൾക്ക് പറ്റുന്ന നല്ല അടിപൊളി മൂവിയാണ്. അതിലെ 2 കുട്ടി ഡൈനോസേഴ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ പേരാണ് കേട്ടോ അതിനകത്ത് ഇവർ പറയുന്നത്. ആർലോയും ബക്ക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കുരുത്തം കെട്ട 2 ഡൈനോ ഉണ്ട്. പിന്നെ അതിനകത്ത് നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുട്പാത്ത് ഉണ്ട്, നമുക്ക് നടന്ന് അതിനകത്ത് കാണാനൊക്കെ പറ്റും. ആ കാണുന്ന ഗുഹയ്ക്കകത്താണ് ഡൈനോൻ്റെ എന്തൊക്കെയോ മ്യൂസിയം പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഷോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുട്ടികൾ കളിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം ചില്ലായിട്ടിങ്ങ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പാർക്ക് നല്ല പുല്ലും കുറേ കളിക്കാനുള്ള സ്ഥലവും ഒക്കെ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, ഓടി അങ്ങ് കളിക്കുകയായിരുന്നു 2 ആളും. പിന്നെ കുറച്ച് നേരം കളിച്ചോട്ടെ ഞങ്ങൾ വിട്ടു. പിന്നെ ഇവിടെ അകത്ത് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അതാ കാണുന്നതാണ് തൂക്കുപാലം. പിന്നെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് 300 റുപ്പീസാണ്, കുട്ടികൾക്കൊന്ന് 150 റുപ്പീസോ മറ്റോ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി. ആദ്യമൊക്കെ വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുക്കാമെന്നും പറഞ്ഞിട്ട് എടുത്തു. പക്ഷേ ബോട്ട് നന്നായിട്ട് ഇങ്ങനെ കുലുക്കാനൊക്കെ തുടങ്ങിയപ്പം പേടിച്ചിട്ട് പിന്നെ ഞാനതെടുത്ത് ബാഗിൽ തന്നെ വെച്ചു. പിന്നെ ഞാൻ ആ തൂക്കുപാലത്ത് നിർത്ത വേറെ ആൾക്കാർ പോകുന്നതിൻ്റെ വീഡിയോ ആട്ടോ ഇത്. അപ്പം നന്നായിട്ട് ആ ബോട്ട് ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യും അവർ. അപ്പം വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് ബാഗിൽ വെച്ചു. ഇതാണ് തൂക്കുപാലം. നമ്മളിതിൽ കൂടെ നടക്കുമ്പം ഒന്ന് ഷെയ്ക്കാവും, എന്നാലും സ്ട്രോങ് ആണ് അവിടുത്തെ ആ തൂക്കുപാലം. വീഴും അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ അനങ്ങുമൊന്നുമില്ല. പിന്നെ ഇത് അവിടെ കണ്ട ഒരു ബലൂണാണ് കേട്ടോ. ഞങ്ങളിതിൽ കയറിയിട്ടുണ്ടായിരുന്നു മുന്നേ. ഞങ്ങൾ 2 പ്രാവശ്യം ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇതിങ്ങനെ അതാണ് ഞങ്ങളിങ്ങനെ ആദ്യമായിട്ടാട്ടോ ഇത് വീർപ്പിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ആ ബലൂണിൻ്റെ ഉള്ളിൽ പോയൊരു എക്സ്പീരിയൻസ്. എന്താ വെച്ചാൽ അടിപൊളിയാണ്. 50 റുപ്പീസാണ് ഒരാൾക്ക് പോവാൻ. അവരൊരു കയറ് കെട്ടിയിട്ട് നമ്മളിങ്ങനെ തള്ളി അങ്ങ് വിടും. നമ്മളതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അതിനകത്ത് കുറച്ച് നേരം കളിക്കണം, അത്രയേ ഉള്ളൂ. അതിനകത്ത് ഒരു ഹോള് പോലെയുണ്ട്, അതിനകത്ത് ഇങ്ങനെ നടക്കണം. നമ്മളിങ്ങനെ വീഴാതെ നടന്ന് അതിങ്ങനെ റോൾ ചെയ്യണം, കുറച്ച് നേരം അങ്ങനെ കളിക്കാൻ. അപ്പോൾ 50 റുപ്പീസാണ് ഒരാൾക്ക്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ ഇത്. ഇപ്പോൾ എടുത്തില്ല, ഇപ്പം നമ്മൾ അതിനകത്ത് കയറിയില്ലായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇതിന് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം ബിസ്ക്കറ്റും അങ്ങനത്തെ കുറച്ചൊക്കെ കഴിക്കുകയൊക്കെ ഉണ്ടായി. റെസ്റ്റ് എടുക്കാൻ കുറച്ച് നേരം അത്രയും നടന്നപ്പം ക്ഷീണിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചു. പിള്ളേർ പിന്നെയും ഓടി കളിക്കാനൊക്കെ തുടങ്ങി. ഇതിനകത്ത് കൂടെയാണ് റൂബി നെക്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ഫുട്പാത്ത്, ഇത്രയേ ഉള്ളൂ. അതിനകത്തൊക്കെ പോകാനും 20 റുപ്പീസ് കൊടുക്കണം. അപ്പോൾ പിന്നെ കുറേ നടക്കാനും ഉണ്ട്. അതാണ് ഈ റൂബി നെക്ലേസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നതിനെ. സിദ്ദിപ്പേട്ട് റൂബി നെക്ലേസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ലേക്കിനെ അറിയപ്പെടുന്നതിനെ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്നു. ഇത് വന്നിട്ട് തെലുങ്കാന സ്റ്റേറ്റ്സിൻ്റെ മൊത്തം സിമ്പിൾസൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ്. ഇവിടുത്തെ സ്റ്റേറ്റ് ആനിമലിൻ്റെ പേര് ജിൻക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനാണ്, ഡീറാണത്. പിന്നെ ബേർഡ് വന്നിട്ട് പലാപ്പിട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേർഡാണ്. ബ്ലൂറേ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ബേർഡാണ്. പിന്നെ ട്രീ വന്നിട്ട് ജാമി ട്രീ. പിന്നെ ഫ്ലവർ വന്നിട്ട് തങ്കേഡു എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് നിനക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് തപ്പി നോക്കിയാൽ മതി. തെലുങ്കാന സ്റ്റേറ്റ്സ് സിമ്പിൾസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ വരും. പിന്നെ അവിടെ എന്താണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അകത്ത് തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്, പിന്നെ ടീ ഷോപ്പുകളുണ്ട്, പാർക്കുണ്ട് അതിനകത്ത് തന്നെ. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നടന്നൊന്ന് എൻജോയ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അവിടെ പുല്ലിൽ നമ്മുടെ കുറേ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പുല്ലിൽ കുറേ എന്തൊക്കെയോ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ നമ്മുടെ ചെയർ തന്നെ പല രീതിയിൽ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ രീതിയിൽ ചെയറാക്കി വെച്ചിട്ടുണ്ട്. കുട്ടിയൊക്കെ എൻജോയ് ചെയ്യാൻ വേറെ ഒന്നും നോക്കണ്ട. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 3ാമത്തെ പ്രാവശ്യം കേട്ടോ പോകുന്നത് അങ്ങോട്ട്. ഇഷ്ടം പോലെ കളിക്കാനായാലും പിന്നെ ആക്ടിവിറ്റി കുറേ ഉണ്ട്. പക്ഷേ നമ്മൾ പോയ സമയത്ത് ഉണ്ടായില്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങളതിൽ കയറിയില്ല. ആക്ടിവിറ്റി കളിക്കാൻ സൈക്ലിങ്ങും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പോയ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മളതിലൊന്നും കയറിയില്ല. പിന്നെ കുറേ പാർക്ക്, 2-3 തരം പാർക്കുകളൊക്കെ ഉണ്ട് അവിടെ.
ശരിക്കും പറഞ്ഞാൽ ഇതൊന്നുമല്ല ഇവിടുത്തെ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. കുറച്ചും കൂടെ രാത്രി ആയാലാണ് ഇവിടുത്തെ വെറൈറ്റി എന്തെന്നാണ് മനസ്സിലാവും. അത് കാണാനാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നൈറ്റിലിവിടെ വാട്ടർ ലൈറ്റ് ഷോ ഉണ്ട്. അത് കാണാനാണ് കേട്ടോ നമ്മൾ ഇതുവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നൈറ്റ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലവും കൂടി അതിനകത്ത് തന്നെ. പക്ഷെ അത് കാണാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായില്ല. അപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റായിപ്പോയി. അതും കൂടെ കാണണം എന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. ഇതാണ് ഇവിടുത്തെ വ്യൂ. അതിൽ ആ പാലത്തിൽ ലൈറ്റൊക്കെ കത്തിക്കും. പിന്നെ ഈ വെള്ളത്തിനകത്ത് തന്നെ വാട്ടർ ലൈറ്റ് ഷോ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നൈറ്റ് ഗാർഡൻ. അവിടെ മരം പോലെയും പിന്നെ പുല്ല് പോലെയും പിന്നെ ആനിമൽസിൻ്റെ രൂപമൊക്കെ ലൈറ്റ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കയറാനും അറൗണ്ട് 50 റുപ്പീസോട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൽ കയറാൻ നമുക്ക് പറ്റിയില്ല, നമ്മൾ ലേറ്റായിപ്പോയി. ഇതൊക്കെയാണ് അവിടുത്തെ നൈറ്റ് ഗാർഡനിലെ വ്യൂസ് എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മൾ കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന സംഭവം. 6:30 ആകുമ്പോഴത്തേക്ക് ഇത് തുടങ്ങും. 3 ഷോ ആണുള്ളത്. ലൈറ്റ് വാട്ടർ ഷോ അതാണ് ഇവിടെ. തെലുങ്ക് പാട്ടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വാട്ടർ ഷോ ഉണ്ടാവും. പിന്നെ അതിലിങ്ങനെ ലൈറ്റ്സ് ഇങ്ങനെ പോകും. അതൊക്കെ പിള്ളേർക്ക് ഒരു എൻജോയ്മെൻറ്റ് കാണാനായാലും ഒരു വെറൈറ്റി ഉണ്ടല്ലോ. നമ്മൾ കൊടൈക്കനാലും ഒക്കെ ടൂറൊക്കെ പോകുമ്പോഴല്ലേ ഇങ്ങനത്തെ ഒക്കെ കാണുള്ളൂ അല്ലേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒരു 6-7 മണിയാകുമ്പോഴത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. നമ്മളിപ്പോൾ പോകുന്നത് 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ, ഞാൻ മുന്നേ പറഞ്ഞല്ല. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 90 കിലോമീറ്ററോളം താണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പാണ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ സ്വെറ്റർ ഇട്ടിട്ടുണ്ട്. നമ്മൾ പിള്ളേരായാലും സ്വെറ്റർ ഇടണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ വേണ്ട, അവർക്കൊന്നും പിന്നെ അത്ര ഒരു സ്വെറ്ററിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ, പിള്ളേർക്ക് അതിനോട് എത്ര ഉണ്ടാവും എന്നുള്ളത്. പിന്നെ കുറച്ച് ഫോട്ടോസാണ്. ഇതെൻ്റെ അമ്മ വന്നപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. ഇത് നമ്മളിപ്പോൾ പോയപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസ്, ആ ഗാർഡനിലൊക്കെ ഇരുന്നപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെയാണ്. ഇത് കണ്ടോ, സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തൂക്കുപാലത്ത് നിന്ന് എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു സൺഡേ നമ്മൾ ഇതുപോലെ അങ്ങ് അടിച്ചു പൊളിക്കുകയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്